ചുമക്കല്ലേ ചുമക്കല്ലേ ചുമക്കല്ലേ, എന്ത് വന്നാലും ചുമക്കല്ലേ. ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. ചുമ എന്ന് കേട്ടാൽ ഇപ്പൊ പേടിയല്ലേ. നമ്മൾ എന്തൊക്കെ വാർത്തകളായി കേൾക്കുന്നത്. ചുമ മരുന്ന് കുടിച്ച് കുഞ്ഞുങ്ങൾ മരിക്കേ, എന്താ അവസ്ഥ. നമ്മൾ വിചാരിക്കും ഏതോ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഏതോ കാട്ടുമരുന്ന് വാങ്ങിച്ചു കുടിച്ചാണ്. ഒരു കൃത്യമായ ആശുപത്രിയിൽ പോയി അലോപ്പതി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ച കുഞ്ഞുങ്ങളാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ആയിട്ട് മരിച്ചിരിക്കുന്നത്. അതും ഈ മരുന്നുണ്ടാക്കിയത്, കോഡ്രിൽ എന്ന് പറയുന്ന ആ മരുന്നുണ്ടാക്കിയത് തമിഴ്നാട്ടിലെ ഒരു ഫാർമസി കമ്പനി. അപ്പോൾ നമ്മുടെ വളരെ അടുത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. നേരത്തെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയ പല മരുന്നുകളും കുടിച്ച് പല കുഞ്ഞുങ്ങളും മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പം നമ്മൾ ഏതോ മരുന്ന് ഏതോ നാളെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അതും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെ. അത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ലേ. നമ്മൾ പക്ഷേ ചുമ വരുമ്പോൾ ഉണ്ടല്ലോ കൃത്യമായും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചുമ തന്നെ പലതരമുണ്ട്. ചുമ എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ് ചുമ. ഒരു ലക്ഷണം മാത്രമാണ് ചുമ. അപ്പോൾ അണ്ടർലൈങ് ആയിട്ടുള്ള എന്തോ ഒരു അസുഖം കുഞ്ഞുങ്ങൾക്കുള്ളതുകൊണ്ടാണ് ചുമ വരുന്നതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതനുസരിച്ച് വേണം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ, കൃത്യമായ ട്രീറ്റ്മെൻറ്റ്. ഈ ചുമ കുറയ്ക്കാനല്ല നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത്, ചുമക്ക് കാരണമായ അസുഖം ഇല്ലാതാക്കാനാണ് മരുന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ആദ്യം വേണ്ടത് പേഷ്യൻസ് ആണ്. ആദ്യം തന്നെ ഈ ചുമ അങ്ങ് വിട്ടുമാറില്ല. അപ്പോൾ ഒരിടത്ത് ഡോക്ടറുടെ അടുക്കെ കൊണ്ടുപോകുന്നു, അടുത്ത ഡോക്ടറുടെ അടുക്കെ കൊണ്ടുപോകുന്നു, ഇങ്ങനെ മാറി മാറി കൊണ്ടുപോയാലൊന്നും ചുമ മാറില്ല. കൃത്യമായും എന്താ കാരണമെന്ന് കണ്ടുപിടിക്കണം. ഏറ്റവും നമ്മൾ വൈഡായിട്ട് നോക്കിയിട്ട് നമ്മൾ ക്ലാസ്സിൽ വേണമെങ്കിൽ 3 തരം ചുമ പറയാം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. ഒന്നാമത്തെ ചുമ അലർജി ചുമ, അതായത് ശ്വാസം മുട്ടൽ കുഞ്ഞുങ്ങൾക്ക് വരുന്നത്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചുമയായിട്ടാണ് കുഞ്ഞുങ്ങളിൽ. അപ്പോൾ അവർക്ക് ബ്രീത്തിങ് ശ്വാസം മുട്ടൽ ഇഷ്യൂ വരുമ്പോഴാണ് ഒരു തരം ചുമ വരുന്നത്. അതിന് നമ്മൾ കഫമുള്ള ചുമയുടെ മരുന്ന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ചുമയാണ് കഫമുള്ള ചുമ. ആ ചുമയ്ക്ക് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത്? ഈ കഫം ഡൈല്യൂട്ട് ചെയ്ത് കഫത്തിൻ്റെ കട്ടി കുറച്ച് അത് വേഗം പുറത്തേക്ക് പോകാൻ സഹായിക്കുന്ന തരം മരുന്നാണ് അതിന് കൊടുക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ ചുമ. മൂന്നാമത്തെ ചുമ വരണ്ട ചുമ, അതായത് കഫമില്ല, ശ്വാസം മുട്ടലില്ല, പക്ഷെ അത് തന്നെ. അപ്പോൾ ഇങ്ങനെ 3 തരം ചുമ സിമ്പിളായിട്ട് തന്നെ പറയാൻ പറ്റും. ഇതൊന്നും അല്ലാത്ത വേറെ തരം ചുമകളും ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ എന്താണ് ഈ ചുമയുടെ കാരണമെന്ന് നമ്മൾ കൃത്യമായി തന്നെ ഡോക്ടറുടെ അടുത്ത് പോയി കണ്ടെത്തണം. എന്നാൽ മാത്രമേ ആ ചുമയ്ക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തോന്നും നമ്മളെന്തോ കൃത്യമായിട്ട് ചികിത്സിക്കാഞ്ഞിട്ടാണോ? നല്ല, ഈ പ്രശ്നം ഉണ്ടായത് കറക്റ്റായിട്ട് ഡോക്ടറെ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കോൾഡ്രില്ല് നിരോധിച്ചിട്ടുണ്ട്. ഈ ഫാർമ കമ്പനിയുടെ ഒരു മരുന്ന് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകതരം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്നു. 12 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നേരിട്ട് മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് അസുഖം മാറ്റാൻ നോക്കരുത്, ഡോക്ടറെ കാണുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്തോ നമ്മുടെ തെറ്റാണെന്ന് തോന്നും. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളിലൊന്നും മെഡിക്കൽ സ്റ്റോറിൽ നേരിട്ട് വാങ്ങിച്ചതല്ല, ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. അത് ഒരു ഫാർമസി കമ്പനി ഉണ്ടാക്കി ഇന്ത്യ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണല്ലോ, തമിഴ്നാടുള്ള ഒരു കമ്പനി ഉണ്ടാക്കി ഇന്ത്യ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണല്ലോ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ അത് കൊടുക്കുകയും കുഞ്ഞുങ്ങൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും ഒരു വീഴ്ച മാതാപിതാക്കളുടെയോ കുഞ്ഞുങ്ങളുടെയോ ഭാഗത്തുണ്ടായതല്ല, അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ്. പൂർണ്ണമായും ഈ സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ്. അതായത് എങ്ങനെ ഇതുപോലത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു മരുന്ന് ഈ കമ്പനി ഉൽപ്പാദിപ്പിച്ചു, അതെങ്ങനെ വിതരണം ചെയ്യാനുള്ള അനുമതി ഇവർക്ക് ലഭിച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ പലപ്പോഴും ഭരണപരമായ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏതോ കാലത്തെ എന്തോ ഒരു വിഷയം നമ്മളൊന്നും ഇടേണ്ട കാര്യമില്ല, എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം ഈ ഡിസിഷൻസ്, ഈ ഓരോ രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും പാർട്ടികളും എല്ലാം എടുക്കുന്ന ഡിസിഷൻസ് അൾട്ടിമേറ്റ്ലി നമ്മളെ ബാധിക്കുന്നുണ്ട്. നമ്മളെ എങ്ങനെ ബാധിക്കാനാന്ന് വിചാരിച്ചാൽ അത് ഇപ്പം ബാധിച്ചത് കണ്ടോ. നമ്മുടെ സിസ്റ്റത്തിൽ ഈ മരുന്ന് റെഗുലേറ്റ് ചെയ്യാനും മരുന്ന് ഉൽപ്പാദനം റെഗുലേറ്റ് ചെയ്യാനും ഈ ഡോക്ടർമാർ ഇത് മരുന്ന് കുറിക്കുന്നതിലെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനൊന്നും ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഒരു വലിയ അപകടമാണ്, ഒരു മെഡിക്കൽ ട്രാജഡി തന്നെയാണ് ഉണ്ടായത് അല്ലേ. നമ്മളിപ്പം വ്യാജ കള്ള് കുടിച്ചിട്ടൊന്നും അല്ലല്ലോ കുഞ്ഞുങ്ങൾ മരിച്ചത്, മരുന്ന് കഴിച്ചിട്ടാണ്. അവർക്ക് അസുഖം വന്നിട്ട് അവരെ കൊണ്ട് ആശുപത്രിയിൽ അവരുടെ പേരൻസ് കൊണ്ടുപോയി അലോപ്പതി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് കുടിച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നത്. അതപ്പം സിസ്റ്റത്തിൻ്റെ പൂർണ്ണമായുള്ള വീഴ്ചയാണ്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം.
ഇത്തരം തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ അത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ആണോ സർക്കാർ എടുക്കുന്നത്? ഇപ്പോൾ തന്നെ പല നിബന്ധനകളും നിർദ്ദേശങ്ങളുമായിട്ട് സർക്കാരുകളെല്ലാം വന്നിട്ടുണ്ട്. ഇതൊക്കെ എത്ര നാളത്തേക്ക് പാലിക്കും, എത്ര നാളത്തേക്ക് നിലനിൽക്കുന്നൊക്കെ നമ്മൾ നോക്കണം. നമ്മുടെ അടുത്ത തലമുറയുടെ എല്ലാം ജീവൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ സർക്കാരും മറ്റേ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെ ഡയറക്റ്റായിട്ട് തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതെങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മുടെ വിഷയമല്ല എന്ന് വിചാരിച്ചിരിക്കരുത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഏത് മരുന്നാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്, അതിനകത്ത് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് പ്രശ്നം ഉണ്ടാക്കിയത്, എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? ഡോക്ടറെ വിശ്വസിച്ച് വാങ്ങിച്ച് നമ്മൾ കൊടുക്കുകയാണ്, ശരിയാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കണം. ചില സമയത്ത് ഇപ്പം കുഞ്ഞു കുട്ടികൾക്ക് 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കഫ് സിറപ്പ് കൊടുക്കുകയേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ തുമ്മലിനുള്ള മരുന്ന്. നമ്മൾ തുമ്മലും ജലദോഷവും വരുമ്പോൾ കുഞ്ഞുങ്ങൾ അപ്പം തന്നെ നമ്മുടെ ഈ മരുന്നുണ്ടാവും എടുത്ത് കൊടുക്കും. പക്ഷേ അത് 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. അതവർക്ക് ആവശ്യമില്ല. പലപ്പോഴും സലൈൻ മൂക്കിൽ ഒഴിച്ചു കൊടുത്താൽ മാറുന്നതേ ഉണ്ടാവുള്ളൂ ഈ ഒരു ജലദോഷവും മൂക്കടപ്പും ഒക്കെ. അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് നിരോധിച്ചത്, എന്തുകൊണ്ടാണ് നിരോധിച്ചത്, ഏതാണ് ആ പ്രശ്നമുള്ള ഇൻഗ്രീഡിയൻറ്റ് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലുള്ള മരുന്ന് ബോട്ടിലുകൾ ഒത്തിരി പഴകിയതാണെങ്കിൽ അതായത് നമ്മളത് ഒന്ന് തുറന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുത്ത് കളയേ ചെയ്യാവുള്ളൂ. വീണ്ടും അതെടുത്ത് കൊടുക്കരുത്. പുതിയൊരു ബോട്ടിൽ തന്നെ വാങ്ങി ഉപയോഗിക്കണം. എപ്പോഴും കുഞ്ഞുങ്ങൾക്കുള്ള മരുന്ന് ബോട്ടിൽ പൊട്ടിക്കുമ്പോൾ അതിൽ ഡേറ്റ് എഴുതി വെക്കണം, എന്നാണ് പൊട്ടിച്ചതെന്ന്. വീണ്ടും അതെടുത്ത് കൊടുക്കരുത്. പഴയതായ മരുന്നുകൾ ചിലപ്പോൾ എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളത് ഓപ്പൺ ചെയ്തു പോയില്ലേ, അതുകൊണ്ട് ചിലപ്പോൾ അത് എഫക്റ്റീവായി എന്ന് വരില്ല. അതുകൊണ്ട് അത് നമ്മൾ കളഞ്ഞിട്ട് വേറെ വാങ്ങുക തന്നെ വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി തന്നെ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ സിമ്പിൾ ചുമയല്ല, ചുമ തന്നെ പലതരം ഉണ്ട്. അത് നമുക്ക് വരുന്നതാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണെങ്കിലും പലതരമുണ്ട്. അത് മനസ്സിലാക്കി തന്നെ ചികിത്സയ്ക്ക് പോവുക. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കണ്ടോ, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ ഈ അലോപ്പതി മരുന്ന് മുഴുവൻ സൈഡ് എഫക്ട്സാണ്, കണ്ടോ കുഞ്ഞുങ്ങൾ മരിക്കുന്നതെന്ന് പറഞ്ഞ് വേറെ ചില ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ അലോപ്പതി മരുന്നിന് നമുക്ക് പുറകെ നോക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചെയ്തിരിക്കുന്ന കാണാം. ഏതെങ്കിലും ഹാംഫുൾ ആണെങ്കിൽ അതാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യാം. ഈ അല്ലാതെ വരുന്ന ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് എന്താ ഇൻഗ്രീഡിയൻസ് ഉള്ളത് നമുക്കറിയില്ല അല്ലേ. പലതിനും ഇപ്പോൾ ഹോമിയോ ആണെങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് അറിയാനേ പാടില്ല. ആയുർവേദമാണെങ്കിൽ പല ഇലയുടെയും പേരിട്ടിട്ടുണ്ടാവും, എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ആരും ഒന്നും ബെറ്ററോ മോശമോ ആണെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ മറ്റവർ കയറി സ്കോർ ചെയ്യുന്നതിലും അർത്ഥമില്ല. കാരണം ഇതിലൊന്നും ഇല്ലെങ്കിൽ പഠനങ്ങളുണ്ട്. ഓരോ കെമിക്കലും എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കും. റിസർച്ച് പേപ്പേഴ്സ് കിട്ടും. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് ഏത് മരുന്നിൻ്റെ അടിച്ചു നോക്കിയാലും നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. മറ്റേതിന് നമുക്ക് അടിച്ചു നോക്കാൻ പേര് പോലും ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് അറിയുന്നുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം അതിന് സൈഡ് എഫക്ട്സ് ഇല്ലെന്നായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക. രോഗങ്ങൾ വന്നാൽ കൃത്യമായി തന്നെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു തന്നെ മരുന്ന് വാങ്ങി കഴിക്കുക. അങ്ങനെ വാങ്ങിച്ച് കഴിച്ച കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത് എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ട് പറയല്ല, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ മറ്റല്ലാതെ എന്ത് ചെയ്യാൻ? അതുപോലെ തന്നെ ജാഗരൂകരായിരിക്കുക. ഇപ്പം നമ്മൾ മനസ്സിലാക്കി ഈ ചില കെമിക്കൽസ് കുഞ്ഞുങ്ങൾക്ക് ഹാംഫുൾ ആണെന്നുള്ള കാര്യം. അത് മനസ്സിലാക്കുക. അത് അത്തരം കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ആ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുക. നമ്മൾ വളരെ അലേർട്ടായിരിക്കണം. നമ്മൾ സംഘടിക്കുവിൻ എന്ന് പറയത്തില്ല, അതുപോലെ അമ്മമാർ സംഘടിക്കുവിൻ. ഇത്തരം വിവരങ്ങളൊക്കെ കൈമാറുക. സർക്കാർ ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഫേവറബിൾ ആണോ, മരുന്ന് കമ്പനികൾക്ക് ഫേവറബിൾ ആയിട്ടാണോ ഡിസിഷൻസ് എടുക്കുന്നത്? പാർലമെൻറ്റിലൊക്കെ ഇരുന്ന് അവരെന്തോ ചെയ്യുന്നു, എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള നമുക്കൊരു വേക്കപ്പ് കോൾ കൂടിയായിരുന്നു ഈ സംഭവം എന്ന് ഞാൻ പറയും.